തൃശൂർ DCC പ്രസിഡന്റായി ജോസഫ് ടാജറ്റിനെ നിയമിച്ചത് കെ മുരളീധരന്റെ അനുകൂലികൾ സ്വാഗതം ചെയ്തു. ജോസഫ് ടാജറ്റിന്റെ പേര് നിർദ്ദേശിച്ചത് കെ മുരളീധരൻ എന്നാണ് മുരളീധരനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. DCCയിലെ സംഘർഷത്തിന്റെ ഭാഗമായി പാർട്ടി എടുത്ത നടപടി പിൻവലിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായി കോൺഗ്രസ് വക്താവ് സജീവൻ കുരിയച്ചിറ പറഞ്ഞു. നല്ല രീതിയിൽ ഈ ജില്ലയിലത്തെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ DC പ്രസിഡന്റിന് കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ സീനിയർ നേതാക്കളുമായും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ തേറമ്പിൽ രാമകൃഷ്ണൻ തുടങ്ങി ഇങ്ങോട്ട് ഉള്ള മുഴുവൻ സീനിയർ നേതാക്കളുമായി AICC ഒരു ആശയവിനിമയം നടത്തി ഒരു പ്രസിഡന്റിനെ വെച്ചത് ആദ്യമായിട്ടാകും. അതുകൊണ്ട് തന്നെ ഈ ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടാവും. വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് തൃശ്ശൂർ ജില്ല വീണ്ടും എത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരെയും ഒരു കൂട്ടായ സ്ഥാനാർത്ഥിയായ കാൻഡിഡേറ്റ് ആയിരുന്നു ജോസഫ് ടാജറ്റ്. ഇല്ല, മുരളിയേട്ടൻ അനുകൂലമായിരുന്നു. മുരളിയേട്ടനും ടാജറ്റിൻ്റെ പേരാണ് പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി ടെലിഫോണിൽ ചേരുന്നു. സൂരജ് സജി, വിവരങ്ങൾ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ DCCയിലുണ്ടായ കൂട്ടത്തല്ല്, ആ കൂട്ടത്തല്ലിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച സജീവൻ കുരിയച്ചിറ. അന്ന് DCC ഓഫീസിൽ വെച്ച് സജീവൻ കുരിയച്ചിറയെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ കൂട്ടത്തല്ലിലേക്ക് അടക്കം കടന്നത്. പിന്നാലെ DCC പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂരിനടക്കം രാജിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തി. അതിനുശേഷമാണ് ഇന്നലെ AICC പുതിയ DCC പ്രസിഡന്റായി ജോസഫ് ടാജറ്റിനെ നിയമിച്ചത്. ഇതിലാണ് ഇപ്പോൾ മുരളീധര വിഭാഗം ആ നടപടിയെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. അവർ പറയുന്നത് കെ മുരളീധരൻ തന്നെയാണ് ജോസഫ് ടാജറ്റിന്റെ പേര് നിർദ്ദേശിച്ചത്. അദ്ദേഹം അടക്കമുള്ള നേതാക്കളുമായി AICC ചർച്ചകൾ നടത്തി. ഒരുപോലെ മറ്റു നേതാക്കളടക്കം ഈ കെ മുരളീധരന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ജോസഫ് ടാജറ്റ് തൃശൂർ അധ്യക്ഷനായി എത്തിയതെന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉണ്ടായ സംഘർഷത്തിൽ അന്ന് സജീവൻ കുരിയച്ചിറ അടക്കം മുരളീധര വിഭാഗത്തിൽപ്പെട്ട 5 പേർക്കെതിരെയായിരുന്നു അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഇവരെ സസ്പെൻഡ് ചെയ്ത്. ഈ 5 പേരെയും തിരിച്ചെടുക്കുന്നതിനുള്ള ധാരണയായിട്ടുണ്ട്. നേതാക്കൾ ഇത് സംബന്ധിച്ചുള്ള വിവരം കൈമാറിയതായും സജീവൻ കുരിയച്ചിറ അറിയിക്കുന്നു. പുതിയ DCC പ്രസിഡന്റ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ തങ്ങൾക്കെതിരായ സസ്പെൻഷൻ പിൻവലിക്കും എന്നുള്ളതാണ് നിലവിൽ സജീവൻ കുരിയച്ചിറ വ്യക്തമാക്കുന്നത്. DCC ജനറൽ സെക്രട്ടറി ആയിരുന്നു നേരത്തെ സജീവൻ കുരിയച്ചിറ. സൂരജ് സജി.